ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, അമ്മമാരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന പാർവതീ പരമേശ്വരന്മാരുടെ പാദപത്മങ്ങളിലും പരമപവിത്രമായ ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഭഗവാൻ ശ്രീനാരായണന്റെ പാദപത്മങ്ങളിലും വാസുദേവകൃഷ്ണന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ചരിത്രപ്രസിദ്ധമായ കാന്തളൂർ ചാല നിലനിന്ന പവിത്രമായ ഈ ഭൂമിയിൽ കാന്തളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദേവകി നന്ദന സ്വാമി തൃപ്പാദങ്ങൾ 110 വർഷങ്ങൾ മുമ്പ് ആരംഭിച്ച പവിത്രമായ ഭാഗവത സപ്താഹയജ്ഞം 111ാമത് വർഷത്തെ യജ്ഞ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ച് ഇന്ന് 5 ദിവസം തികയും. ഈ ഭാഗവത സപ്താഹയജ്ഞം ഇവിടെ നടത്തുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. വലിശാല മഹാദേവൻ ഭാഗവത പ്രിയനാണ്. അതുകൊണ്ടും ഗുരുകാരുണ്യം കൊണ്ടും വാസുദേവകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ടും മുടക്കം കൂടാതെ കണ്ട് ഭാഗവത സപ്താഹയജ്ഞം ഇവിടെ ഭക്തജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ട് ഭക്തി നിർഭരമായിരിക്കുന്ന അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 5ാം ദിവസത്തെ പാരായണം പൂർണ്ണമാക്കി. 5ാം ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയും. ഭഗവാന്റെ വിവാഹം
അതാണ് 5-ാം ദിവസത്തെ മുഖ്യമായിരിക്കുന്ന സംഭവം. രുക്മിണി ദേവിയെ ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ആ രുക്മിണി സ്വയംവരം അഥവാ രുക്മിണി കല്യാണം രാവിലെ പാരായണം ചെയ്തു. പൂജാതി അനുഷ്ഠാനങ്ങളോടുകൂടിയിട്ടും കല്യാണ ഘോഷയാത്രയോടുകൂടിയിട്ടും ഇവിടെ നടന്നു. ധാരാളം ഭക്തജനങ്ങൾ അതിൽ പങ്കെടുത്തു. ഇന്ന് സായങ്കാലത്ത് ഇന്ന് പാരായണം ചെയ്തതായ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ഏകദേശ ചർച്ച അതാണ് നിർവഹിക്കുന്നത്. 4 കഥകൾ പറയണം എന്നാണ് ഇതിൽ ഏൽപ്പിച്ചിരിക്കുന്നതായ ചുമതല. അതില് 3 കഥകൾ ഭാഗവതത്തിലെ ഇന്നത്തെ പാരായണത്തിന്റെ വിഷയങ്ങളാണ്. ഒരു കഥ നവമസ്കന്ധത്തിൽ പാരായണം ചെയ്തു. അതിനെക്കുറിച്ച് ഇന്ന് ഒരു പ്രത്യേകത ഇവിടെയുണ്ട്. എല്ലാവർക്കും അറിയാം, ദശാവതാര ചർച്ച നടക്കുന്ന സമയമാണ്. ഇന്ന് ശ്രീരാമന്റെ ചാർത്താണ് ഭഗവാന് വാസുദേവ കൃഷ്ണന് സമർപ്പിക്കുന്നത്. അങ്ങനെ ഇതിലെ ഭാഗവത്തിലെ നവമസ്കന്ധത്തിൽ വന്ന ശ്രീരാമ അവതാര കഥ അത് വാൽമീകി രാമായണ പ്രസിദ്ധമാണ്. 100 രാമായണങ്ങളിലൂടെ ലോകമെമ്പാടും നൂറ്റാണ്ടുകൾ മുമ്പേ എത്തിയ പവിത്രമായ അവതാര കഥയാണ്. അതിന്ന് നടക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഏതാനും കാര്യങ്ങൾ ഹ്രസ്വമായിട്ട് ചർച്ച ചെയ്യും. ഭാഗവതത്തിലെ ഇന്ന് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്ന കഥകൾ ഒന്ന് ഗോവിന്ദ പട്ടാഭിഷേകം. അത് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലുള്ള പൂർവാർത്ഥത്തിൽ വരുന്നതാണ്. ദശമസ്കന്ധത്തെ 2 പകുതിയായിട്ട് തിരിക്കും. പൂർവാർത്ഥമെന്നും ഉത്തരാർത്ഥമെന്നും. 1 തൊട്ട് 49 വരെയുള്ള അധ്യായങ്ങൾ പൂർവാർത്ഥമാണ്. 50 തൊട്ടുള്ള അധ്യായങ്ങളാണ് ഉത്തരാർത്ഥം. പൂർവാർത്ഥത്തില് കൃഷ്ണ അവതാരം മുതൽ കംസ നിഗ്രഹം വരെയുള്ള ഭാഗമാണ് വരിക. ഭഗവാന്റെ ബാല്യകാല ലീലകളെല്ലാം അതിനകത്ത് വരും. അതിൽ വരുന്നു ഗോവിന്ദ പട്ടാഭിഷേകം എന്നുള്ളത്. അത് കഴിഞ്ഞ് 50-ാമത് അധ്യായം തൊട്ട് ഉത്തരാർത്ഥമായി യുവാവായ ഭഗവാനാണ്. അതുവരെ ബാലനാണ്. യുവാവായ ഭഗവാനാണ്. ഭഗവാന്റെ കഥയാണ് 50-ാം അധ്യായം മുതൽ തുടങ്ങുക. അതിനകത്താണ് മുചുകുന്ദ മോക്ഷം എന്നുള്ള കഥ വരുന്നത്. അത് ഇന്ന് വായിച്ചതാണ്. അത് ഇവിടെ പറയാനുണ്ട്. മുചുകുന്ദ മോക്ഷവും മുചുകുന്ദ സ്തുതി വളരെ വിപുലമാണ് ഈ കഥകളെല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രുക്മിണി കല്യാണം. അങ്ങനെ ഈ കഥകളിൽ കൂടി വളരെ വേഗത്തിൽ ഒരു പര്യടനം അതാണ് ഈ അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത്. ദശമസ്കന്ധത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭഗവാനെ കാണുവാൻ ആഗ്രഹിക്കുന്ന സജ്ജനങ്ങൾക്ക് അവരുടെ ആ ആഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ ദൂരീകരിക്കുക എന്നുള്ളതായ മുഖ്യമായ ആധ്യാത്മിക കർമ്മമാണ് കഥകളിലൂടെ ദശമസ്കന്ധത്തിൽ അവതരിപ്പിക്കുന്നത്. ഭാഗവതത്തിന്റെ 10 ലക്ഷണങ്ങൾ പറയും. ഇതൊരു വലിയ കഥാഗ്രന്ഥം മാത്രമല്ല, ശാസ്ത്രഗ്രന്ഥമാണ്. ഒന്നാമത്തെ ഒരു തീസിസാണ്. കഥാരൂപത്തിൽ എഴുതപ്പെട്ടതായ തീസിസ്. അങ്ങനെ ആ തീസിസിന്റെ സിദ്ധാന്തമാണ് ഈ 10 ലക്ഷണങ്ങൾ. അതിൽ നിരോധം എന്നുള്ളതായ ലക്ഷണം അതാണ് ദശമസ്കന്ധത്തിൽ വരുന്നത്. നിരോധം എന്ന് പറഞ്ഞാൽ തടസ്സം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു, പരമാത്മാവ് ഇരിക്കുന്നു. നാം പരമാത്മാവ് തന്നെയാണ്, ഇതാണ് വസ്തുത. പക്ഷെ ഇതിനെ തിരിച്ചറിയുന്നതിന് തടസ്സമുണ്ട്. ആ തടസ്സം അതാണ് നിരോധം. ആ തടസ്സങ്ങൾ നീങ്ങിയാലേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. ആ തടസ്സങ്ങളെയാണ് ഇതിനകത്ത് കഥാരൂപത്തിൽ അവതരിപ്പിക്കുന്നത്.
അനേകം രാഷ്ട്രീയ ഭാവങ്ങളായിട്ടും രാജസഭാവങ്ങളായിട്ടും സാത്വിക ഭാവങ്ങളായിട്ടും ആ തടസ്സങ്ങളെ അവതരിപ്പിക്കും. തമോ ഗുണ പ്രധാനരായ കഥാപാത്രങ്ങളിനകത്ത് വരും. നമ്മുടെ ഉള്ളിൽ തമോ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, സാത്വിക ഗുണവുമുണ്ട്. ഇത് മൂന്നും പ്രകൃതിയുടെ ഗുണങ്ങളാണ്. ഇത് മൂന്നും തടസ്സപ്പെടുത്തുന്നു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന നാം തന്നെയായ പരമാത്മാവിനെ കാണുന്ന കാര്യത്തിൽ. അതാണ് തടസ്സം. താമസമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്, രാജസമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്, സാത്വികമായിട്ടുമുണ്ട് തടസ്സം. ഈ തടസ്സങ്ങളെല്ലാം അതിലംഘിച്ചിട്ട് നമ്മൾ ഈ മൂന്ന് ഗുണങ്ങൾക്കും അപ്പുറത്ത് ത്രിഗുണാതീതർ ആയി തീരണം. ഈ മൂന്ന് ഗുണങ്ങൾക്കും ചേർന്ന അനേകം പേരുകൾ പറയാം. അതിലൊന്നാണ് വിഖ്യാതമായ മായ എന്നുള്ളതായ പേര്. ആ മായയെ കടക്കണം. അതിന് ഈ മൂന്ന് ഗുണങ്ങൾ ഉയർത്തുന്ന തടസ്സങ്ങളെ വിവിധ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, ഇങ്ങനെ പോകുന്നു, ഭഗൻ, അഖൻ, ഇങ്ങനെ പോകുന്നു. അതെല്ലാം കഴിഞ്ഞ ദിവസം തൊട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പല കഥകളും, എല്ലാ കഥകളിലൂടെ പറയാനുള്ള സമയം കിട്ടില്ല. അതിൽ പല കഥകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ആചാര്യന്മാര് പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ കഥാപാത്രങ്ങളെല്ലാം ഭഗവാന്റെ കൈയാൽ കൊല്ലപ്പെടുന്നു. എന്താ കൊല്ലപ്പെടാൻ ഭഗവാന്റെ കൈ കൊണ്ട്? അവർക്ക് മോക്ഷമാർഗം തെളിയിച്ചു കൊടുക്കലാണ്. ഈ പൂതനയും ശകടനും തൃണാവർത്തനും ഭഗനും അഖനും ഒക്കെ എവിടെ ഇരിക്കുന്നു? ഒന്ന് ഈ ജലത്തിലിരിക്കും, പിന്നെയോ നമ്മുടെ എല്ലാം ഉള്ളിലും ഇരിക്കും. ഭഗവാനെ കാണണം, ഭഗവാനെ ഭജിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴേക്കും പല പ്രകാരത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മനസ്സിൽ അങ്ങിരിക്കും. ആ തടസ്സങ്ങൾ എന്താ? ഇന്ന് വേണ്ട, നാമജപം ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. അങ്ങനെ നാമജപം ഒഴിവാക്കുക, ക്ഷേത്രദർശനം ഒഴിവാക്കുക. അങ്ങനെ സാത്വികമായ ഭഗവത് ദർശനത്തിന് വേണ്ടുന്നതായിട്ടുള്ള ഉപാധികൾ, സാധനാ പദ്ധതികള്, മനസ്സിന്റെ ആ തടസ്സങ്ങൾ, അത് ആലസ്യമുണ്ട്, ദംഭമുണ്ട്, സംശയമുണ്ട്, പലതുണ്ട്. ആ തടസ്സങ്ങളെയാണ് ഈ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതിനെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പൂതനെയും ശകടനെയും തൃണാവർത്തനെയും അഖനെയും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. വിവിധങ്ങളായ വാസനകളായിട്ട്, ഈശ്വര വിരുദ്ധമായ വാസനകളായിട്ട്, ഈശ്വര ഭജനത്തിലുള്ള ഉത്സാഹപൂർവമാകുന്നതായിട്ട്, ഇങ്ങനെ പല പ്രകാരത്തിലുള്ള വാസനകളായിട്ട് ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അതിന് നമ്മുടെ ഉള്ളിൽ നാം കണ്ടെത്തണം. അത് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശീലനമാണ് ഈ കഥകളിലൂടെ കാണിച്ചു തരുന്നത്. കണ്ടെത്തി കഴിഞ്ഞാലോ അവരെ ദൂരീകരിക്കാൻ ഭഗവാനെ തന്നെ നമ്മൾ ശരണം പ്രാപിക്കണം. ഭഗവാൻ മാത്രമേ തടസ്സത്തെ പൂർണ്ണമായി നീക്കിത്തരാൻ പറ്റൂ. അതാണ് ഈ ദുഷ്ട കഥാപാത്രങ്ങളൊക്കെ കൊല്ലുന്നതായ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ മായയാണ്, മായയുടെ താമസാംശമാണ് പൂതനയും ഒക്കെ ആയിട്ട് വരുന്നത്. രാജസാംശം വരുന്നു. ഏത് പ്രകാരത്തിലും വെച്ച് കഴിഞ്ഞാല് കംസനായി, രജോഗുണ പ്രധാനനാണ് കംസൻ, രാജസഗുണത്തിന്റെ മൂർത്തിമദ്ഭാവമാണ് കംസൻ. ആ കംസനെ ആര് സംഹരിക്കും? ഭഗവാൻ മാത്രമേ സംഹരിക്കാൻ പറ്റൂ, വേറെ ആർക്കും പറ്റൂല. പിന്നെ ആ രാജസ പ്രധാനനായിരിക്കുന്ന, രാജസ ഗുണം തന്നെയായിരിക്കുന്ന കംസന്റെ സഹായികളുണ്ട്, ജരാസന്ധനും ശിശുപാലനും. അവരെയും ആര് സംഹരിക്കും? ഭഗവാൻ സംഹരിക്കും. ഇല്ലെങ്കിൽ ഭഗവാൻ തന്റെ അനുഗ്രഹം കൊടുത്ത ആരെങ്കിലും കൊണ്ട് സംഹരിപ്പിക്കും. ജരാസന്ധനെ ഭഗവാൻ ഭീമനെ കൊണ്ട് സംഹരിപ്പിക്കും. എന്നാൽ ശിശുപാലനെ ഭഗവാൻ നേരിട്ട് തന്നെ സംഹരിക്കും. ഇങ്ങനെ രാജസവും താമസവുമായിട്ടുള്ള തടസ്സങ്ങൾ ദൂരീകരിച്ചാൽ പിന്നെ സാത്വികമായ തടസ്സങ്ങളും ഉണ്ട്. അതിനെയും ദൂരീകരിക്കണം. ബ്രഹ്മാവിന് പോലും ഭഗവാനോട് മത്സരിക്കണം തോന്നി. അങ്ങനെയാണ് പശുക്കുട്ടിയെ മോട്ടിച്ചത്, വത്സത്തേയം എന്നുള്ളതായ കഥ. അത് നേരത്തെ നമ്മൾ കണ്ടു. ഭഗവാന്റെ ബാല്യകാല ലീലകളിലൊന്നാണ്. അദ്ദേഹം യമുനാതീരത്ത് കൂട്ടുകാരോടൊപ്പം കന്നുകുട്ടികളെ വയസ്സ് നടക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് ഭഗവാനോട് ഒന്ന് മത്സരിച്ചു നോക്കി. എന്നുവെച്ചാൽ ഭഗവാനാണ് അദ്ദേഹം, ബ്രഹ്മാവിന് ആരാധ്യനാണ്. ബ്രഹ്മാവ് ആ ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പൊ ഭഗവാൻ ഈ ഭൂമിയില് മനുഷ്യരൂപത്തിലല്ലേ, ഈ ഭൂമിയില്
ഉള്ള എല്ലാ ജീവരാശിയും ഞാൻ സൃഷ്ടിച്ചതല്ലേ ബ്രഹ്മാവ് ചിന്തിക്കാണ്. അപ്പൊ ഭഗവാനും ഇപ്പോ എന്റെ സൃഷ്ടിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോ ഞാൻ ആണല്ലോ കൂടുതൽ ബലശാലി. അപ്പൊ അതൊന്ന് പരീക്ഷിച്ച് കളയുകയാണ്. അങ്ങനെ ബ്രഹ്മാവിന്റെ അഹന്ത, സാത്വികാഹന്ത, ആ അഹന്ത കൊണ്ട് വത്സസ്തേയം പശുക്കുട്ടിയെ മോട്ടിക്കുക, അത് ബ്രഹ്മാവ് ചെയ്തു. ആ കഥ നമ്മൾ കണ്ടു. ബ്രഹ്മാവിന് നല്ല ഒരു ക്ലാസ് അതിൽ നിന്ന് കിട്ടി. ബ്രഹ്മാവിന് ബോധ്യമായി ഭഗവാൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്നാലും, മത്സ്യമായി വന്നാലും, കൂർമ്മമായി വന്നാലും, വരാഹമായി വന്നാലും, ഏത് രൂപത്തിൽ വന്നു കഴിഞ്ഞാലും ഭഗവാൻ നിർഗുണ നിരാകാര ബ്രഹ്മം, സർവശക്തിയുമുള്ളയാള്, സർവജ്ഞാനങ്ങളുടെയും ഉടമ. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിനോ അദ്ദേഹത്തിന്റെ ശക്തിക്കോ അദ്ദേഹത്തിന്റെ സാമർഥ്യത്തിനോ യാതൊരു കുറവും സംഭവിക്കുന്നില്ല എന്ന ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു. ഇതേപോലെ ഇന്ദ്രനും ഭഗവാനോട് ഒരു രാജസമായ മത്സരം തോന്നി. ബ്രഹ്മാവിന് സാത്വികമായ ഒരു മത്സരമാണ്, ഇന്ദ്രന് രാജസമായ ഒരു മത്സരം തോന്നി. അതിനു വേണ്ടി പ്രഹരം. രാജസമായ അഹന്തയായാലും ശരി, സാത്വികമായ അഹന്തയായിരുന്നാൽ പോലും അത് കുഴപ്പമാണ്. അതിനെ ദൂരീകരിച്ചാലേ അപ്പുറത്ത് മായാതീതനാകാൻ പറ്റും. അതാണ് ഈ ദശമസ്കന്ധത്തിലെ വിവിധ കഥകളിലൂടെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ഇന്ദ്രനെ, ഭഗവാൻ ഇന്ദ്രന്റെ ഗർവം ദൂരീകരിച്ച് ഇന്ദ്രനെ രക്ഷിക്കുന്ന കഥയാണ് നമ്മൾ കാണുന്നത്. ആദ്യം ഒന്ന് ശിക്ഷിക്കുന്നു, ശിക്ഷിക്കുന്നതിലൂടെ രക്ഷിക്കുന്നു. അതാണ് ഗോവിന്ദ പട്ടാഭിഷേകത്തില് കലാശിക്കുന്നത്.